കറണ്ട് അഫയേഴ്സായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലോട്ട് പോവാം. ഈ വർഷത്തെ കേരളീയ മാധ്യമ പുരസ്കാരം ലഭിച്ചത് BL ആരൻ. ഈ വർഷത്തെ കേരളീയ മാധ്യമ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? BL ആരനാണ്. BL ആരനാണ് ഈ വർഷത്തെ കേരളീയ മാധ്യമ പുരസ്കാരം ലഭിച്ചത്. ജ്ഞാനപീഠ ജേതാവായ ആരാണ് 2025 ഡിസംബറിൽ അന്തരിച്ചത്? ജ്ഞാനപീഠ ജേതാവായ ആരാണ് 2025 ഡിസംബറിൽ അന്തരിച്ചത്? വിനോദ് കുമാർ ശുക്ല. വിനോദ് ശുക്ലയാണ് 2025 ഡിസംബറിൽ അന്തരിച്ച ജ്ഞാനപീഠ ജേതാവ്. ആരവല്ലി മലനിരകൾ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതെല്ലാം? രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന, ഡൽഹി. ആരവല്ലി മലനിരകൾ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന, ഡൽഹി. ഈ 4 സംസ്ഥാനങ്ങളിലാണ് ആരവല്ലി മലനിരകൾ വ്യാപിച്ചു കിടക്കുന്നത്. പരിസ്ഥിതി വകുപ്പ് മന്ത്രി. ഇപ്പോഴത്തെ പരിസ്ഥിതി വകുപ്പ് മന്ത്രി ആരാണ്? ഭൂപേന്ദ്ര യാദവാണ്. ഭൂപേന്ദ്ര യാദവാണ് ഇപ്പോഴത്തെ പരിസ്ഥിതി വകുപ്പ് മന്ത്രി. ഉത്തരേന്ത്യയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ആരവല്ലി കുന്നുകളാണ്. ഉത്തരേന്ത്യയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ആരവല്ലി കുന്നുകളാണ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭൂപ്രകൃതി മരുഭൂമി ആകാതെ കാക്കുന്നത്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭൂപ്രകൃതി മരുഭൂമി ആകാതെ കാക്കുന്നതെന്നാണ്. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ആരവല്ലി കുന്നുകൾ എന്നാണ് കേട്ടോ. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭൂപ്രകൃതി മരുഭൂമി ആകാതെ കാക്കുന്നത് ആരാണ്? ആരവല്ലി കുന്നുകളാണ്. ആരവല്ലി മലനിരകൾ സംരക്ഷിക്കുന്നതിന് കൊണ്ടുവന്ന ബെഞ്ചിൻ്റെ അംഗങ്ങൾ ആരൊക്കെയാണ്? BR ഗവായി, K വിനോദ് ചന്ദ്രൻ, NV അഞ്ചാര്യ. BR ഗവായി എന്നുണ്ട് കേട്ടോ. നമ്മുടെ കഴിഞ്ഞ ജസ്റ്റിസായ ചീഫ് ജസ്റ്റിസായ BR ഗവായി, KV വിനോദ് ചന്ദ്രന്, NV അഞ്ചാര്യ ഇവരാണ് ആരവല്ലി മലനിരകൾ സംരക്ഷിക്കുന്നതിന് കൊണ്ടുവന്ന ബെഞ്ചിലെ അംഗങ്ങൾ. 3 പേര്. ചിലപ്പോൾ ചോദിക്കാം. BR ഗവായി, വിനോദ് ചന്ദ്രന്, NV അഞ്ചാര്യ. കേരളത്തിൽ സ്ഥിരതാമസക്കാരാകാനുള്ള ഇവിടെ അടിക്കുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. കേരളത്തിൽ സ്ഥിരതാമസക്കാരാണെന്നുള്ള സർക്കാരിൻ്റെ ആധികാരിക രേഖ ഏതാണ്? നേറ്റിവിറ്റി കാർഡാണ് കേട്ടോ. കേരളത്തിൽ സ്ഥിരതാമസക്കാരാണെന്നുള്ള സർക്കാരിൻ്റെ ആധികാരിക രേഖയാണ് നേറ്റിവിറ്റി കാർഡ്. വാജ്പേയി ദിനാചരണം ഡിസംബർ 25 വാജ്പേയി ദിനാചരണം എന്നാണ് ഡിസംബർ 25. 2023 ചന്ദ്രനിൽ ലാൻഡിംഗ് സമയത്ത് തകർന്ന റഷ്യയുടെ ദൗത്യമാണ് ലൂണ 25. 2023 ചന്ദ്രനിൽ ലാൻഡിംഗ് സമയത്ത് തകർന്ന റഷ്യയുടെ ദൗത്യമാണ് ലൂണ 25. ലൂണ 25 2023 ലാൻഡിംഗ് സമയത്ത് തകർന്ന റഷ്യയുടെ ദൗത്യമാണ്. ചന്ദ്രനിൽ ആണവ നിലയം സ്ഥാപിക്കുവാനുള്ള റഷ്യൻ പദ്ധതിക്ക് കരാറിടുന്ന കമ്പനിയാണ് ലെവിച്കിൻ അസോസിയേഷൻ. ചന്ദ്രനിൽ ആണവ നിലയം സ്ഥാപിക്കാനുള്ള റഷ്യൻ പദ്ധതിക്ക് കരാറിടുന്ന കമ്പനി ഏതാണ്? ലെവിച്കിൻ അസോസിയേഷനാണ്. ഡിസംബർ 25 ജ്ഞാന ശതാബ്ദി ആഘോഷിക്കുന്ന തമിഴ് മുസ്ലിം സംഗീതജ്ഞനാരാണ്? മുഹമ്മദ് ഹനീഫയാണ്. 2025 ഡിസംബർ 25 ജന്മശതാബ്ദി ആഘോഷിക്കുന്ന തമിഴ് മുസ്ലിം സംഗീതജ്ഞനാണ് മുഹമ്മദ് ഹനീഫ. ദേശീയ തലത്തിൽ അംഗീകരിച്ച താറാവുകൾ. ദേശീയ തലത്തിൽ അംഗീകരിച്ച താറാവുകളാണ് കുട്ടനാടൻ ചാരയും ചെമ്പല്ലയും. മുതിർന്ന പൗരന്മാർക്കുള്ള തദ്ദേശ വകുപ്പിൻ്റെ പദ്ധതിയാണ് ടൈം ബാങ്ക്. ഏത് സംസ്ഥാനത്തെ സ്കൂളിലാണ് പത്രവായന സർക്കാർ നിർബന്ധമാക്കിയത്? ഉത്തർപ്രദേശിലാണ്. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷ എന്ന റെക്കോർഡ്
ദിയ ബിനു പുലിക്കണ്ടത്തിനാണ് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷ എന്ന റെക്കോർഡ്. ഇമ്പോർട്ടൻ്റ് ആണ് ദിയ ബിനു പുലിക്കണ്ടത്തിന്. വന്യമൃഗശല്യം തടയാൻ കൃഷിയിടങ്ങളിലും ജനവാസ മേഖലകളിലും തേനീച്ചക്കൂട് വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് മധുവനം. കൃഷിയിടങ്ങളിലും ജനവാസ മേഖലകളിലും തേനീച്ചക്കൂട് വിതരണം ചെയ്യുന്ന പദ്ധതി മൃഗശല്യം തടയാൻ വേണ്ടി മധുവനം. കർഷക സുരക്ഷയും വില സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കിയ കാലാവസ്ഥ അധിഷ്ഠിത വില ഇൻഷുറൻസ് പദ്ധതിയാണ് റാബി 2. കർഷക സുരക്ഷയും വില സംരക്ഷണവും ഉറപ്പാക്കുന്നതിന് നടപ്പിലാക്കിയ കാലാവസ്ഥ അധിഷ്ഠിത വില ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? റാബി 2 ആണ്. ഈ വർഷം ധീരതയ്ക്കുള്ള ബാല പുരസ്കാരം സ്വന്തമാക്കിയത് സിഖ് ഗുരു ഗോവിന്ദ് സിംഗ്. ഈ വർഷം ധീരതയ്ക്കുള്ള ബാല പുരസ്കാരം സ്വന്തമാക്കിയതാരാണ്? സിഖ് ഗുരു ഗോവിന്ദ് സിംഗ് ആണ്. രാജ്യാന്തര വനിതാ T20യിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന താരമെന്ന റെക്കോർഡിൽ എത്തിയ ഇന്ത്യൻ താരമാണ് ദീപ്തി. രാജ്യാന്തര വനിതാ T20യിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന താരമെന്ന റെക്കോർഡിൽ എത്തിയ ഇന്ത്യൻ താരം ആരാണ്? ദീപ്തിയാണ്. വിക്കറ്റ് നേടുന്ന താരം ദീപ്തി. T20 ക്രിക്കറ്റിൽ 1000 റൺസ് നേടുന്ന ആദ്യ താരവും ദീപ്തി തന്നെയാണ്. T20 ക്രിക്കറ്റിൽ 1000 റൺസ് നേടുന്ന ആദ്യ താരവും ദീപ്തിയാണ്. ലിസ്റ്റ് എ ക്രിക്കറ്റിൽ തുടർച്ചയായി 5 സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ താരമാണ് ധ്രുവ് ഷോർ. ലിസ്റ്റ് എ ക്രിക്കറ്റിൽ തുടർച്ചയായി 5 സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ താരമാരാണ്? ധ്രുവ് ഷോറാണ്. ധ്രുവ് ഷോറാണ് ലിസ്റ്റ് എ ക്രിക്കറ്റിൽ തുടർച്ചയായി 5 സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ താരം. തേയിലച്ചെടിയുടെ ശാസ്ത്രീയ നാമമാണ് കമേലിയ സിനെൻസിസ്. തേയിലച്ചെടിയുടെ ശാസ്ത്രീയ നാമം കമേലിയ സിനെൻസിസ്. ഇസ്രയേലിലെ ഏത് രാജ്യമാണ് റിപ്പബ്ലിക്കായത്? സൊമാലിയാണ്. സൊമാലിയ എന്ന രാജ്യമാണ് റിപ്പബ്ലിക്കായത്. റോഡ് നിർമ്മാണത്തിന് പ്ലാസ്റ്റിക് ജിയോയി സെല്ലുകൾക്ക് പകരം ചണത്തിലുള്ള ജോസൽ രൂപീകരിച്ച സൂറത്കർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കർണാടകയാണ് വികസിപ്പിച്ചത്. റോഡ് നിർമ്മാണത്തിന് പ്ലാസ്റ്റിക് ജിയോ സെല്ലുകൾക്ക് പകരമായിട്ട് ചണം എന്നാണ് കേട്ടോ. ചണത്തിലുള്ള ജിയോ സെൽ എന്നാണ് കേട്ടോ. ജിയോ സെൽ. ജിയോ സെൽ സൂറത്കർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കർണാടകയാണ് വികസിപ്പിച്ചത്. 2026 അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റിന് ഇന്ത്യൻ ടീമിൽ ഇടം തേടിയ മലയാളികളാണ് ആരോണും ഇനാനും. 2026 അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളികളാരാണ്? ആരോണും ഇനാനുമാണ്. 2025 അന്തരിച്ച പ്രശസ്ത ചലച്ചിത്ര നടൻ തിരക്കഥാകൃത്തുമായ വ്യക്തിയാണ് ശ്രീനിവാസൻ. ഭാരമേറിയ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ 3ാം വിക്ഷേപണത്തറ ഒരുങ്ങുന്നു. രാജ്യാന്തര വനിതാ ക്രിക്കറ്റിൽ 10,000 റൺസ് തികയ്ക്കുന്ന നാലാമത്തെ താരമായത് സ്മൃതി മന്ദാനയാണ്. രാജ്യാന്തര വനിതാ ക്രിക്കറ്റിൽ 10,000 തികയ്ക്കുന്ന നാലാമത്തെ താരമാരാണ്? സ്മൃതി മന്ദാനയാണ്. ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയത് നോർവേക്കാരനായ മാഗ്നസ് കാൾസനാണ്. ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയത് നോർവേക്കാരനായ മാഗ്നസ് കാൾസൻ. ലോകത്ത് 2025 ഏറ്റവും സാമ്പത്തിക നഷ്ടം വരുത്തിവെച്ച 10 പ്രകൃതി ദുരന്ത പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 5ആണ്. ലോകത്ത് 2025 ഏറ്റവും സാമ്പത്തിക നഷ്ടം വരുത്തിവെച്ച 10 പ്രകൃതി ദുരന്ത പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 5ാം സ്ഥാനമാണ് കേട്ടോ. വൈകിട്ട് 7 മണിക്ക് ശേഷം ഫോണിലും ടിവിക്കും കർഫ്യൂ ഏർപ്പെടുത്തിയ നാടാണ് മഹാരാഷ്ട്ര. വൈകിട്ട് 7 മണിക്ക് ശേഷം ഫോണിലും ടിവിയിലും കർഫ്യൂ ഏർപ്പെടുത്തിയ നാടേതാണ്? മഹാരാഷ്ട്രയാണ്. ലോകത്തിലെ ഏറ്റവും വേഗം കൂടിയ ട്രെയിനാണ് മാംഗ്ലൂവ്. ചൈനയിലെ മാംഗ്ലൂവാണ് ലോകത്തിലെ ഏറ്റവും വേഗം കൂടിയ ട്രെയിൻ. കാന്തശക്തി ഉപയോഗിച്ച് ഓടിക്കുന്ന ഏറ്റവും വേഗം കൂടിയ ട്രെയിനും ഇത് തന്നെയാണ് കേട്ടോ.
മാംഗ്ലൂ, ചൈനയുടെ മാംഗ്ലൂവാണ് ലോകത്തിലെ ഏറ്റവും വേഗം കൂടിയ ട്രെയിനും കാന്തശക്തി ഉപയോഗിച്ച് ഓടിക്കുന്ന ഏറ്റവും വേഗം കൂടിയ ട്രെയിനും. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ്. പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കീപ് സപ്പോർട്ട് മീ. താങ്ക്സ് ഫോർ വാച്ചിങ്.